ഒരു ഭയങ്കര ഒരു ഉപദേശി തീയൊക്കെ ഇറക്കിയ പുള്ളി ഇപ്പം ചാകാൻ പോയി കിടക്കുക. ഇവളെ അങ്ങനെ പിടികിട്ടത്തിൽ. ഇവളെ നമ്മൾ വിചാരിക്കുന്ന ഭാഗത്തൊന്നും അല്ല. ഇവളെവിടാന്നറിയാമോ? കൊട്ടാരത്തിൻ്റെ മണ്ടയ്ക്ക് കിളിവാതിൽ കൂടി ഇങ്ങനെ നോക്കിയിരിക്കുക. ഇസബേൽ എന്നാ ഇവിടെ പേര്. അവിടെ ഭർത്താവ് ഭരിക്കുന്നേ. പക്ഷെ പുള്ളിക്കൊന്നും അറിയത്തില്ല. ഈ തോട്ടം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി കട്ടിലേക്ക് കയറി കിടക്കും, കമ്പിളിയും പൊതിച്ചു. അപ്പം ഇവള് പറയും, അച്ഛൻ പേടിക്കണ്ട, തോട്ടം ഞാൻ വാങ്ങിച്ചു തരാം. സ്പിരിറ്റ് ഇതാ. എത്ര ഉപദേശിമാരെ തളർത്തിക്കളഞ്ഞു, എത്ര ഉപദേശിമാരെ കൊന്നുകളഞ്ഞു. ദൈവം ഒരു ദിവസം പറഞ്ഞു, ഒതുക്കിയത് മതി, കൊന്നത് മതി. ദൈവം പറഞ്ഞു, സ്തോത്രം, രാജ്യസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ അങ്ങോട്ട് വിട്ടേച്ച് പറഞ്ഞു, ജീസസ്, യഹോവ ഒരുത്തനെ അഭിഷേകം ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ രാജ്യസഭ കൂടിക്കൊണ്ടിരുന്നതിൽ യേഹൂ എന്ന് പറയുന്നത് ചോദിച്ചാൽ അതാരാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അത് നീയാന്ന് പറഞ്ഞു. അവനെ വിളിച്ചുൾമുറിയിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് അഭിഷേകം ചെയ്തു. ദൈവം പറഞ്ഞു, ഓടിപ്പോക്കണമെന്ന് പറഞ്ഞു. ഓടിപ്പോയി. ശ്രദ്ധിക്കണം. അവൻ പുറത്തോട്ട് വന്നു. അവര് ചോദിച്ചു, എന്തുവാ? അവൻ വന്നതിൻ്റെ രഹസ്യം. അവൻ പറഞ്ഞു, ഇങ്ങനെ യഹോവയെ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. അവന്മാരിലും കൂടി ഇവനെ അങ്ങ് പൊക്കിയെടുത്തു. സ്തോത്രം. ഇവന് പോകുന്നത് ഏലിയാവിനെ പോലെ പേടിച്ച് ചൂരച്ചന്റെ കീഴിലല്ല. ഇവൻ നേരെ ആഹാബിന്റെ കൊട്ടാരത്തിലോട്ട് ചെല്ലുക. അപ്പൊ കിളിവാതിലിൽ കൂടെ ഇസബേൽ നോക്കുമ്പം ഒരു സൈന്യം വരുന്നു. സ്തോത്രം. ആ വരുന്നവന്റെ വരവ് കണ്ടിട്ട് യേഹൂ വരുന്ന പോലെ തോന്നുന്നേ. കാരണം ആത്മപൂർണൻ ഭ്രാന്തനാ. മിണ്ടുന്നില്ല. അപ്പൊ ഒരാളെ വിട്ടു, നീ ചെന്ന് ചോദിര്, സുഖമാണോ, നിനക്ക് സമാധാനമാണോ ചോദിക്കാൻ പറഞ്ഞു. ഉടനെ യേഹൂ പറഞ്ഞു, സമാധാനമായ നിനക്കെന്തുവാ, എന്റെ പുറയുവാടാന്ന് പറഞ്ഞു. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഒരുത്തരും നിൽക്കുകയല്ല. അവൻ പുറകെ വന്നു. ഇസബേൽ അടുത്ത ആളെ വിട്ടു. അവനോൻ ചോദിച്ചു, ഇങ്ങനെ പുറയുവാടാന്ന് പറഞ്ഞു. പോന്നവനെല്ലാം പുറകെ കൂടുക. ഇസബേൽ നേരിട്ട് ചോദിച്ചു, നിനക്ക് സുഖാണോ? ഉടനെ പറഞ്ഞു, ജീസസ്, നിന്റെ ആഭിചാരവും നിന്റെ മന്ത്രവാദവും നിന്റെ വേശ്യാവൃത്തിയും ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഇസ്രായേലിൽ എന്ത് സമാധാനം? ഒരാമയും വരുന്നില്ല. യേഹൂ ചോദിക്ക, ആരുണ്ട് അവിടെ? രണ്ടുപേര് തല കാണിച്ചു. അവളെ തള്ളിയിടാൻ പറഞ്ഞു. ഞാൻ ഇന്നൊരു ദൂത് നിന്നോട് പറയാം. മറഞ്ഞിരുന്ന് ആധിപത്യം പുലർത്തിയ ചിലതിനെ ഇന്ന് തള്ളി മറിക്കുന്ന ദിവസമാ. അവിടെ രക്തം നായ്ക്കൾ നക്കി. ഇനിയും ദൂതിലോട്ട് വരിക. 6000 ഭൂതം ഒരുത്തനെ കേറി പിടിച്ചേക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. അവന് അപ്പനുണ്ടെങ്കിൽ അവന്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് അമ്മയുണ്ടെങ്കിൽ അവന്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് ഭാര്യ ഉണ്ടെങ്കിൽ അവന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് പിള്ളേരുണ്ടെങ്കിൽ അവന് പിള്ളേർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും ബന്ധിക്കാൻ പറ്റാത്തൊരു തലം സാത്താൻ അവന് ചുറ്റും വലയം ചെയ്തിരിക്കുക. പക്ഷേ യേശു വന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? ആർക്കും ബന്ധിക്കാത്തതിനെ ഇന്ന് ബന്ധിച്ചിട്ട് ബന്ധിക്കപ്പെട്ടവനെ പുറത്തു കൊണ്ടൊന്ന് ആദരിക്കാനാ. യോബിന്റെ ഭാഗത്തേക്ക് തിരിച്ചു വരിക. ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമമായ അടുത്ത പദമാണ് മാനിക്കുക. എന്തുവാ? തീയുടെ രൂപത്തിൽ, കാറ്റിന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ യോബിനെ തകർത്തെങ്കിൽ ദൈവം പറയുക, ഇതുവരെ തകർത്തത് മതി, ഇനിയും ഞാൻ ഇവനെ ഒന്ന് മാനിക്കാൻ പോവാ. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്തു പറയാം, നിന്നെ ദൈവം മാനിക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ആരോടൊക്കെ ഞാൻ പ്രവചിച്ചു പറയുക, നീ ജനിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത
കിട്ടാത്ത ചില മാന്യത, ചില മേഖലയിൽ നീ വീണ്ടും മാനിക്കപ്പെടും. കഴിഞ്ഞ ദിവസം തൊട്ട മേഖലയെ കൂടെ ഞാനെന്താ തൊട്ട് കയറിപ്പോവുക. ഒരു വാക്യം കൂടെ വായിക്കാം. ആ വാക്യം വായിച്ചാലേ അടുത്ത വാക്യം പറയാൻ പറ്റൂ. സ്തോത്രം. ശൗമേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യം. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ദൈവം ഒരു മനുഷ്യനോട് പറയുക, ഞാൻ നിന്നെ മാനിക്കണോ, നീ എന്നെ മാനിക്കണം. വേണ്ടുന്നില്ല, മനസ്സിലാക്കി തരാം. ഏലിയുടെ കുടുംബത്തോട് സർവശക്തനായ ദൈവം പറഞ്ഞു, നീയും നിന്റെ പിതൃഭവനും നിത്യം എൻ്റെ സന്നിധി ശുശ്രൂഷിക്കും. എന്നാൽ ഏലിയുടെ മക്കൾ ദൈവ വഴി വിട്ടപ്പോൾ, ഏലിയുടെ കണ്ണ് മങ്ങിയപ്പോൾ ദൈവം പറയുക, ഞാൻ ആ പറഞ്ഞത് ഒരിക്കലും നടക്കത്തില്ല. എന്താ? എന്നെ ആര് മാനിക്കുന്നുണ്ടോ അവരെ ദൈവം മാനിച്ചിരിക്കും.